അമ്പലപ്പുഴയിൽ കക്കൂസ് മാലിന്യം കലർന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായതായി 6 വയസ്സുകാരൻ്റെ രക്ഷിതാക്കൾ. തോട്ടപ്പള്ളി പുളുന്താഴ സ്വദേശി അഞ്ജലി സുബത്ത് ദമ്പതികളുടെ കുട്ടിയെയാണ് അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏപ്രിൽ 24-നാണ് കുട്ടിയുമായി കൃത്രിമ വെള്ളച്ചാട്ടമായ വണ്ടർ ഫാൾസിൽ എത്തിയത്. ആലപ്പുഴ ബീച്ചിൽ നടന്ന വണ്ടർഫോൾസുമായി ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിച്ച ജലം കക്കൂസ് മാലിന്യം അടക്കം കടന്ന് മലിനമാക്കപ്പെട്ടതായിരുന്നുവെന്ന് ആലപ്പുഴയിലെ കായൽ ഗവേഷണ കേന്ദ്രം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഗുരുതരമായ നിയമലംഘനങ്ങൾ CRZ വയലേഷൻ അടക്കം നടന്ന ഒരിടത്താണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോവുകയും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളടക്കം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് തോട്ടപ്പള്ളിയിലാണ്. തോട്ടപ്പള്ളി സ്വദേശിയായ ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞ്, അതായത് 5 വയസ്സുള്ള കുഞ്ഞ് ഇവിടെ പോയതിനു ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. പേരൊന്ന് പറയൂ. സുബിത്ത്, എന്നായിരുന്നു നിങ്ങൾ വണ്ടർഫോൾസിൽ പോയത്? 24 ഏപ്രിൽ 24. എത്ര സമയം അവിടെ ചെലവഴിച്ചു? 1 മണിക്കൂറിന് മുകളിൽ അവിടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കുഞ്ഞുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവൻ ആ വെള്ളത്തിൽ ചെലവഴിച്ചത്? വെള്ളത്തിൽ അവൻ മുങ്ങിക്കളിക്കുകയും ഓടുകയും ചാടുകയും താഴോട്ട് വീടുന്നതിൻ്റെ പറ്റപ്പോയി കുളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. കുഞ്ഞിന് തലയിലടക്കം മൊത്തം കുഞ്ഞുങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. എൻ്റെ കുഞ്ഞും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുങ്ങി കുളിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ മെയ് 11-നാണ് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നം വന്നു തുടങ്ങിയത്. ആരോഗ്യ പ്രശ്നം വന്നു വാങ്ങി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുന്ന് എന്തായിരുന്നു കുട്ടിക്ക് കാണിച്ച ആരോഗ്യ പ്രശ്നം? ആരോഗ്യ പ്രശ്നം, കുഞ്ഞ് നേരെ ഇരിക്കുന്നില്ല, കിടക്കുന്നിരുന്നിട്ട് നേരെ ഇരിക്കുന്നില്ല, നിൽക്കുന്നില്ല, നടക്കുന്നില്ല. ആ ഒരു പ്രശ്നങ്ങൾ ആദ്യം കണ്ടു തുടങ്ങി. ശരീരം മൊത്തം വിറവല്. നമ്മൾ ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ബ്ലഡ് ചെക്കിങ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു നോർമലാണെന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നെ രാത്രിയായിട്ട് വീണ്ടും കുഞ്ഞ് ഛർദ്ദിക്കലും കാര്യങ്ങളും കാണിച്ചപ്പോഴത്തേക്കും അടുത്തുള്ള കടപ്പുറം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും അവിടെയും കുറച്ച് ടെസ്റ്റിലൊക്കെ നോക്കി, വണ്ടാനത്തെ ടെസ്റ്റൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനും കുറച്ച് മരുന്നുകളും കൊടുത്ത് അവരും വെളുപ്പിനായപ്പോൾ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടും കുഞ്ഞ് അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗിരിജാമോഹൻ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് രാവിലെ 9 മണിയപ്പോൾ ബിലീവേഴ്സിലെ ആലപ്പുഴ തന്നെയുള്ള അവിടെ കൊണ്ട് കാണിച്ചത്. ഗിരിജാമോഹൻ ഡോക്ടർ പറഞ്ഞതും നിങ്ങൾ ഇതിനെ പോലെ പലയിടത്തും യാത്രകൾ പോയിട്ടുണ്ട്, ഇവിടുത്തെ ഈ വാട്ടർ ഫീൽഡ്, ഈ വണ്ടർഫോൾസിൽ കുഞ്ഞുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ. ഡോക്ടർ ചോദിച്ചു വണ്ടർഫോൾസിൽ പോയിട്ടുണ്ടോ? ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അവിടെ കുളിക്കാൻ പോയെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ഉള്ള പോലെ സത്യം ഉള്ള രീതി ഞങ്ങൾ പറയുകയും ചെയ്തു. അവിടുന്ന് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് ബിലീവേഴ്സിലോട്ട് ഞങ്ങളെ മാറ്റിയത്. വെള്ളത്തിൽ നിന്നുള്ള അണുബാധയാണെന്ന് ഡോക്ടർ പറഞ്ഞു. വെള്ളത്തിൽ നിന്നുള്ള അണുബാധയാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിനുശേഷം കുഞ്ഞിനെ പിന്നീട് ബിലീവേഴ്സിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അല്ലേ? അവിടെ ആശുപത്രിയിലെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരുന്നു? വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു. വളരെ ക്രിട്ടിക്കൽ അവസ്ഥയായിരുന്നു. 5 ദിവസം പറ്റിയുള്ള എൻ്റെ കുഞ്ഞ് ICU. ഞാൻ 5 ദിവസം അതുപോലെ നരവേദന ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. അതായത് 5 ദിവസം കുഞ്ഞിന് സിവിയർ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ICUലായിരുന്നു. തന്നെ 5-ാം ദിവസമാണ് കുഞ്ഞ് 5-ാം ദിവസം രാവിലെയാണ് കുഞ്ഞൊന്ന് എണീറ്റിരിക്കാൻ തുടങ്ങിയത്. അതുവരെ കുഞ്ഞിന് നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരു അവസ്ഥ. കുഞ്ഞുങ്ങൾ പിച്ച വെച്ച്, എൻ്റെ കുഞ്ഞ് ആദ്യം നടന്നത് എങ്ങനെയാണോ 5-ാം ദിവസം ഈ അസുഖം വന്നിട്ട് 5-ാം ദിവസം അങ്ങനെയാണ് പിച്ച വെച്ച് നടക്കുന്നതാണ് എൻ്റെ കുഞ്ഞ് നടന്നത്. നടക്കാൻ പോലും വയ്യായിരുന്നു എൻ്റെ കുഞ്ഞ്. ഈ വെള്ളത്തിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായെന്നുള്ള ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു? ആ ഡോക്ടർ ചോദിക്കുകയും ചെയ്തു, നമ്മളത് കറക്റ്റ് മറുപടി പറയുകയും ചെയ്തു. അതാണ് അവസ്ഥ. അതിനുശേഷം അതായത് സുബിത്ത മത്സ്യത്തൊഴിലാളിയാണ്. നിന്ന നിപ്പിൽ, അതായത് ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് ഇവർ പോയതിനു ശേഷം പിന്നീട് 2.5 ലക്ഷം രൂപയോളം ചെലവായല്ലേ? ചെലവായിട്ടുണ്ട്. കുഞ്ഞിനുള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം. അതായത് പറയുന്നത് കേട്ട് ഞാൻ കുട്ടിയുടെ മുത്തച്ഛനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ 65,000 രൂപയ്ക്ക് മേലുള്ള ഇഞ്ചക്ഷനാണ് കുട്ടിക്ക് എടുക്കേണ്ടി വന്നത്. ഒരു നേരത്തിന് 65,000 രൂപ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അത് 3 ഡോസ് മാക്സിമം എടുക്കേണ്ടി വന്നു. പിന്നീട് സുജിത്ത് അറിഞ്ഞിരുന്നോ ഇപ്പൊ നിരവധി പേര് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഇവിടെ ചെന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നോ? നിങ്ങൾക്കും ഇതിനകത്ത് നിയമ നടപടി അന്വേഷണം വേണമെന്ന് ആവശ്യം? തീർച്ചയായിട്ടും നിയമ നടപടി നമുക്ക് തീർച്ചയായിട്ടും വേണം. നമ്മളിത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൂടെ എല്ലാം നമ്മളിത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന് തീർച്ചയായിട്ടും നടപടി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ നിങ്ങൾ പോകാൻ നിൽക്കും? കാരണം നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബം ഇപ്പോൾ 2.5 ലക്ഷം രൂപ ചെലവാക്കേണ്ട ഒരു സാഹചര്യം വരിക, കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമാവുക. സുജിത്തും നിയമ നടപടികളെ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമ നടപടി ആഗ്രഹിക്കുന്നു. ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി മേലാൽ ഉണ്ടാകില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലപ്പുഴ നഗരസഭയിലും ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു അവിടെ? തീർച്ചയായിട്ടും ഇഷ്ടം പോലെ, എത്രയോ പിള്ളേർ, എൻ്റെ കുട്ടികൾ എത്രയോ പിള്ളേരുണ്ടായിരുന്നു അവിടെ. അവരെല്ലാ പിള്ളേരും ഇത് തന്നെ വളർത്തുന്നു. മൊത്തം കുളിയുന്ന മുങ്ങി കുളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിന്റെ വായിലൊക്കെ വെള്ളം പോയിട്ട് ഇഷ്ടം പോലെ മുങ്ങി കുഞ്ഞുങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത്. മൂക്ക് മുങ്ങിയാണ് കുളിച്ചിരുന്നത്.
അതാണ് ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചത്, വെള്ളത്തിൽ നിങ്ങൾ കുളിക്കാൻ പോയെന്ന് ചോദിച്ചത്, ഇവിടുത്തെ ആലപ്പുഴയിലെ ബീച്ചിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ കുടുംബം കടന്നുപോയത് അതീവ ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു 5 വയസ്സുകാരൻ്റെ വലിയ ഗുരുതരമായ അപകടനില തരണം ചെയ്താണ് ഇപ്പോൾ ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മടങ്ങി വന്നിരിക്കുന്നത്. ആരോഗ്യ വകുപ്പും വിവിധ വകുപ്പുകളും ഇത്തരത്തിൽ, അതായത് ഈ ഒരു പ്രദർശനത്തിന് അനുമതി നൽകിയവരുൾപ്പെടെ ഇതിനകത്ത് യാതൊരു അന്വേഷണവും നടത്താതെ ഇപ്പോഴും മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ പ്രശ്നങ്ങൾ തങ്ങൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് വരുമ്പോഴും ജില്ലാ കളക്ടറടക്കം അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും അതിനകത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. വിനോദ നികുതി അടക്കം അടച്ചാണ് നഗരസഭയ്ക്കും പോർട്ടിനും അടക്കം തുക കെട്ടിവെച്ചാണ് ഇങ്ങനെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചത്. 190 രൂപ നിരക്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്ഥലത്ത് വന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായ ഒരു കുട്ടിയുടെ കുടുംബമാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേർ ഈ വിഷയം അവിടെ പോയതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് അടക്കം ഇതിനകത്ത് അന്വേഷണം നടത്തണം. എന്തായാലും തുടർ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വിഷയങ്ങളുമായി ന്യൂസ് 18 ഇനിയും മുന്നോട്ട് വരികയും ചെയ്യും. വളരെ ഗൗരവമുള്ള, വളരെ അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇതിനകത്ത് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായി ഉണ്ട്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.